അൻവർജി ഇതുപോലെ ഒരു പുതുമ ഉണ്ടാക്കിയതാണ് ഈ പുസ്തക പ്രകാശനത്തിൽ. അപ്പൊ ഞാൻ 12ാമത്തെ പ്രാവശ്യമാണ് പുസ്തക പ്രകാശനത്തിൽ വരുന്നത്. പക്ഷെ ഇവിടെ എന്നെ സന്തോഷത്തോടൊപ്പം എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രിയങ്കരനായ ഈ ഷാർജ ബുക്ക് ഫെയറിന്റെ എല്ലാമായ സർവ്വതും സകലതുമായ മോഹൻകുമാർ സാറിന്റെ അഭാവം. അതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും വേദനിപ്പിക്കുന്നത്. പക്ഷെ ആദ്യം പുസ്തകം പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയണം. ഈ പ്രാവശ്യത്തെ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൗദി അറേബ്യയിൽ നിന്നും വന്നിട്ടുള്ള ഇബ്രാഹിം സുബ്ഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭനായ പ്രഭാഷകനാണ് നമ്മുടെ കൂടെയുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനും ഇവിടെ വന്ന് ഗീതാജി അതുപോലെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ 6 പുസ്തകം ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവസാനം നന്ദി പറയും. അപ്പൊ അതുകൊണ്ട് എൻ്റെ പുസ്തകം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ് നിങ്ങൾക്ക് കാണിക്കയായി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പരിപാടിയിൽ ഞാൻ ആദ്യം സംസാരിക്കുമ്പോൾ അത് അധികം പറയാൻ പാടില്ല. പക്ഷെ SIPF എത്രയെത്ര പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്, എത്രയെത്ര ഹൃദയങ്ങൾ, എത്രയെത്ര സ്വപ്നങ്ങൾ, എത്രയെത്ര ശബ്ദങ്ങളൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ മറികടന്ന് ഇവിടെ എത്തുന്നത് എന്നുള്ളത് അനൽപമായ ഒരു സന്തോഷമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് എല്ലാ വർഷവും നമ്മൾ ഇവിടെ വരുന്നു, ഷാർജയിൽ വരുന്നു, സ്നേഹിതന്മാരെ കാണുന്നു, എല്ലാവരുമായിട്ടുള്ള സ്നേഹം പുതുക്കുന്നു. അപ്പൊ ഈ ഒരു സന്തോഷത്തിനിടയിൽ ഒരു വലിയ സംഭവം ഉണ്ട്. നമ്മൾ എല്ലാവരും നവംബർ ആവുമ്പോഴേക്കും എഴുതുന്ന ആൾക്കാരൊക്കെ പുസ്തകം റെഡിയാക്കുകയാണ്. മോഹൻകർത്ത അവിടെ ഇരിക്കുന്നു, മോഹന്റെ പുസ്തകം ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും പുസ്തകത്തിന്റെ പണി തീർക്കുന്നത്, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഇബ്രാഹിം സാഹിബും എഴുതാൻ പോകുന്നുണ്ട് അടുത്ത അദ്ദേഹത്തിന്റെ പുസ്തകം. അങ്ങനെ എല്ലാവരും പുസ്തകം എഴുതാനുള്ള ഒരു പ്രചോദനം, സ്ത്രീകൾക്ക് തങ്ങളുടെ സ്വത്വ സംസ്ഥാപനത്തിനായി അവർ പുസ്തകം എഴുതുന്നു. അങ്ങനെ ഒരുപാട് പേര് പുസ്തകം എഴുതി ഇവിടെ പല പല നിറങ്ങളുള്ള മഴവില്ല് പോലെ ഇവിടെ പ്രകാശിക്കുകയാണ്. എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ വരുന്നു. അതൊക്കെ വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫ്രീ ആവുള്ളൂ. അപ്പൊ ഇന്നും കൂടി ഉണ്ടോട്ടെ, ഞാൻ 5-ാം തീയതി വന്നിട്ട് ഇന്ന് വരെ എല്ലാ ദിവസവും സംസാരിച്ചിട്ടുണ്ട്. ഒരു 10-12 സാരിയില്ല തീർന്നു ഇവിടെ വന്നിട്ട് എടുത്ത് തീർന്നു. അത്രയും പരിപാടിയിൽ പങ്കെടുത്തു. പിന്നെ എല്ലാ ദിവസവും 2-3 പരിപാടി, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് ഞാൻ ധന്യേന്റെ വീട്ടിലാണ്. ധന്യയും വരുണും അതുപോലെ അവരുടെ മക്കള്, മോള് എഴുത്തുകാരിയാണ്, പിന്നെ ആദിത്യ എന്നാണ് അവരുടെ മകനുണ്ട്, അവനിപ്പോൾ എഴുതാൻ പോകുന്നുണ്ട്. എല്ലാം ഇൻസ്പിറേഷനാണ്. എൻ്റെ കൂടെ കിടക്കുക സുഗീതാന്റി ഞാൻ എഴുതാൻ പോവാൻ എൻ്റെ ബുക്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെ പുതിയ പുതിയ കുട്ടികൾക്ക് എഴുതാനുള്ള പ്രചോദനം തരുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ വായനയുടെ ലോകത്ത് നിന്ന് നമ്മളൊന്നും അകന്നു പോകാൻ പാടില്ല. ടാഗോർ നമ്മളോട് പറഞ്ഞ എന്താണ്, where the mind is without fear, where the heart is held high, where the world is not divided into narrow households. എവിടെ ശിരസ് സമന്നതവും മനസ്സ് നിർഭയവുമായിരിക്കുന്നുവോ, എവിടെ ലോകം ഇടുങ്ങിയ ഗൃഹഭിത്തികളായി ചിന്ന ഭിന്നമാകാതിരിക്കുന്നുവോ, അവിടെയാണ് സ്വാതന്ത്ര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ നമ്മളൊക്കെ തലകുനിച്ച് ജീവിക്കുന്ന ജനതയായിട്ട് മാറിയിരിക്കുകയാണ്. മൊബൈലിലേക്ക് തലകുനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനുള്ള നമുക്ക് വായിക്കാനുള്ള ഊർജം തരുന്നത് ഈ ഷാർജ ബുക്ക് ഫെയർ ആണ്. അതേപോലെ നിർമ്മിത ബുദ്ധിയിൽ പുസ്തകം എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സർഗാത്മകതയിലോ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് മാത്രമേ സമൂഹത്തിന് ഗുണമുണ്ടാവും. സാഹിത്യത്തിന് ഒരിക്കലും എളുപ്പവഴികളില്ല. സർഗാത്മകത ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. പിന്നെ ഇവിടെ വരുമ്പോൾ കൂടുതൽ സ്നേഹത്തെ നമ്മൾ സ്നേഹിതരെ കാണുന്നു. അപ്പൊ അതേപോലെ ശരിക്കും മുഴുവേറ്റ ആത്മാവുകളാണ് എഴുതുന്നത് എനിക്ക് തോന്നുന്നത്. അതാണ് വിഖ്യാതനായ ഉർദു കവി പാടിയിട്ടുണ്ട്, ക്യാ ടൂട്ടാ ഹേ അന്തർ അന്തർ ക്യോ ചെഹര ഘും ലായാ ഹേ, ക്യാ ടൂട്ടാ ഹേ അന്തർ അന്തർ ക്യോ ചെഹര ഘും ലായാ ഹേ, ഷേർ കഹാ ഖൂൻ ഹേ ദിൽ കാ ജോ ലഫ്സോ മേ ബിഖലാ ഹേ. എന്താണ് ക്യാ ടൂട്ടാ ഹേ അന്തർ, എന്താണ് നിന്റെ അന്തരംഗത്തിൽ ഇങ്ങനെ പൊട്ടിത്തകരുന്നത്, ഏത് വേദനയാണ് നിന്റെ മുഖത്തെ ഇങ്ങനെ വ്യാകുലമാക്കുന്നത്, ഈ വരികളിൽ ചിതറിക്കിടക്കുന്നത് കവിതയല്ല, എന്റെ ഹൃദയരക്തം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.